നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ നിന്ന് വെറും 8 ദിർഹത്തിന് ടിക്കറ്റ് കിട്ടിയാൽ പ്രവാസികൾ ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ? ഈ ചാൻസ് നിങ്ങൾക്കുള്ളതാണ്. വമ്പൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിമാന കമ്പനി. ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണ് പറ്റിയ അവസരം. ദുബായിൽ നിന്ന് മനിലയിലേക്കാണ്, അതായത് ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിലേക്കാണ് യാത്ര. അതും വെറും 8 ദിർഹം വിമാന ടിക്കറ്റിൽ. നാട്ടിൽ പോകാൻ പോലും പലർക്കും ഇതിന്റെ 4 ഇരട്ടി ടിക്കറ്റ് ആകും. ആയിടത്താണ് ഇത്രയും കുറഞ്ഞ നിരക്കിൽ അടിപൊളിയൊരു ട്രിപ്പിന് അവസരം ഒരുങ്ങുന്നത്. ഫിലിപ്പീൻസ് ബജറ്റ് കരിയറായ സെബു പസഫിക്കാണ് ഈ കിടിലൻ ഓഫറിന് പിന്നിൽ. 2024 ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെയുള്ള 4 മാസക്കാലത്തെ യാത്രാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഡിസംബറിലെ 12-12 സെയിലിന്റെ ഭാഗമായാണ് ഈ ഓഫർ. ആഘോഷകാലത്ത് തനിക്ക് തന്നെ സമ്മാനം നൽകുന്ന പദ്ധതിയാണിതെന്ന് എയർലൈൻ പ്രസ്താവനയിൽ പറയുന്നു. ദുബായ് മനില ഫ്ലൈറ്റ് ഡിസംബറിലെ 12-12 സെയിലിന്റെ ഭാഗമായതിനാൽ ഇന്നു തന്നെ ബുക്കിംഗ് നടത്തുന്നവർക്കാണ് 8 ദിർഹം അടിസ്ഥാന നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുക. നികുതികളും അഡ്മിൻ ഫീസും സർചാർജുകളും ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇത് ഉൾപ്പെടാതെയാണ് 8 ദിർഹം എന്ന് പറയുന്നത്. ഇളവ് നിരക്കുകൾ പരിമിതമാണെന്നും റീഫണ്ട് ചെയ്യാനാവില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ക്രിസ്മസ് സീസൺ മുന്നിൽ കണ്ട് ഗൾഫ് യാത്രക്കാരെ വിമാന കമ്പനികൾ പിഴിഞ്ഞു തുടങ്ങി. ക്രിസ്മസ് സീസൺ മുന്നിൽ കണ്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതോടെ യാത്രക്കാരും പ്രതിസന്ധിയിലാണ്. വിമാന കമ്പനികളുടെ സീസൺ കണ്ടുള്ള വർധനവിന് പുറമെ ട്രാവൽ ഏജൻസികൾ കൂട്ടത്തോടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതും ഗൾഫിലേക്കും തിരിച്ചുമുള്ള നിരക്ക് കുത്തനെ കൂട്ടി. ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ ഗൾഫിലേക്ക് പോകുന്നവർക്കും അതുപോലെ തന്നെ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നവർക്കുമാണ് നിരക്ക് വർധനവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് ടിക്കറ്റിന് 3 ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 4 ഇരട്ടി വർദ്ധിച്ചു. ഡിസംബർ മുതൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് വർധനവ് നേരത്തെ പ്രഖ്യാപിച്ചതുമാണ്. കമ്പനികൾ മാസങ്ങൾക്ക് മുൻപേ ഏജൻസികളുമായി നിരക്കിൽ ധാരണയുണ്ടാക്കി ഗ്രൂപ്പ് ടിക്കറ്റിന്റെ മറവിൽ പകുതിയോളം ടിക്കറ്റുകൾ മറിച്ചു നൽകും. ഇതോടെ വെബ്സൈറ്റുകളിൽ ടിക്കറ്റുകളുടെ എണ്ണം കുറയുകയും ആവശ്യക്കാർ കൂടുകയും ചെയ്യും. ടിക്കറ്റുകൾക്ക് കമ്പനികൾ തോന്നിയ പോലെ നിരക്ക് വർദ്ധിപ്പിക്കാം. നിരക്കിളവ് പ്രതീക്ഷിച്ച് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കില്ല. എയർ ഇന്ത്യയുടെ സൈറ്റിൽ ഈ മാസം 20-ന് കോഴിക്കോട് നിന്ന് ദുബായ് സെക്ടറിലേക്ക് 35,000 രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. ഇതേ ദിവസം തന്നെ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 30,000 രൂപയ്ക്ക് മുകളിലാണ് നിരക്ക്. 10,000 രൂപയിൽ താഴെയാണ് സാധാരണഗതിയിൽ ദുബായ് കോഴിക്കോട് സർവീസിന് വരാറ്. ഇനി ഈ നിരക്കിൽ ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചാലോ? ആവശ്യത്തിന് ടിക്കറ്റ് ഇല്ലെന്ന മറുപടിയാകും കമ്പനികൾ തരിക. ടിക്കറ്റ് കൂട്ടത്തോടെ എടുത്ത് ട്രാവൽ ഏജൻസികൾ പൂഴ്ത്തി വെക്കുന്നതാണ് ഇതിന് കാരണമെന്നാണ് പ്രവാസികൾ പറയുന്നത്. പൂഴ്ത്തിവെച്ച ടിക്കറ്റുകൾ സീസൺ ആരംഭിക്കുമ്പോൾ നിരക്ക് കൂട്ടി ട്രാവൽ ഏജൻസികൾ പുറത്തെടുക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.